മഹാലക്ഷ്മി സീരിയലിൻ്റെ ഏറ്റവും പുതിയ പ്രൊമോ റിവ്യൂയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. വിഷു ദിവസമായിട്ട് എല്ലാവരും കണ്ണേട്ടൻ കൊടുത്ത വിഷുക്കോടി ഇട്ട് വരുന്ന സമയത്ത് ഉണ്ണി മാത്രം അതിന് വിപരീതമായി കരുണ മുമ്പ് ഗിഫ്റ്റ് കൊടുത്തിട്ടുള്ള ആ ഡ്രസ്സ് ഇട്ടുകൊണ്ടാണ് വരുന്നത്. അപ്പോൾ കരുണ തന്നെ ചോദിക്കുന്നത്, ഇത് ഒരുപാട് വട്ടം ഇട്ടിട്ടുള്ളതല്ലേ, കണ്ണേട്ടൻ തന്നത് ഇടാൻ പറയുമ്പം വേണ്ട, എനിക്ക് എന്തായാലും കണ്ണേട്ടൻ തന്ന ഡ്രസ്സിനോട് താല്പര്യമില്ലെന്ന് പറഞ്ഞിട്ട് വരുന്ന ഉണ്ണിയെ കണ്ടിട്ട് കണ്ണന് ചില സംശയങ്ങളൊക്കെ തോന്നുന്നുണ്ട്. അങ്ങനെ എന്തായാലും ക്ഷേത്രത്തിലേക്ക് പോകുമ്പോൾ മഹാലക്ഷ്മിയും മഞ്ജുവും ക്ഷേത്രത്തിൽ നിന്ന് തൊഴുതിറങ്ങി വരുന്നത് കണ്ട് കരുണയ്ക്കും ദുർഗയ്ക്കും ഉണ്ണിക്കും നല്ല ദേഷ്യം വരുന്നുണ്ട്. കരുണയാണെങ്കിൽ വായടക്കി വെക്കത്തില്ലല്ലോ. മഹാലക്ഷ്മിയെ കണ്ട ദേഷ്യം മുഴുവനും അവരോട് തീർക്കാൻ പോകുന്ന സമയത്ത് മഞ്ജു ആണെങ്കിൽ ചുട്ട മറുപടി കൊടുക്കുന്നു. ക്ഷേത്രത്തിൽ തൊഴുവാൻ വന്നതാണെന്നുണ്ടെങ്കിൽ തൊഴുതിട്ട് പോകണം, ഇവിടെ വരുന്നവരുടെ കണക്കെടുക്കാനൊന്നും നിൽക്കേണ്ട ആവശ്യമില്ല, ഇത് നിങ്ങളുടെ കുടുംബസ്വത്തൊന്നുമല്ല, എല്ലാവർക്കും ഈ ക്ഷേത്രത്തിൽ വന്ന് പ്രാർത്ഥിക്കുന്നതിന് ആരുടെ അനുവാദമൊന്നും വേണ്ട എന്ന് പറയുമ്പം കരുണയാണെങ്കിൽ ഒന്ന് വായടയ്ക്കുന്നുണ്ട്. എന്തായാലും ആരോ പറഞ്ഞറിയിച്ചതുപോലെയാണല്ലോ രണ്ടുപേരും ഞങ്ങൾ വന്ന ആ കറക്റ്റ് സമയം നോക്കി പുറത്തേക്ക് ഇറങ്ങി വന്നതെന്ന് പറയുമ്പോൾ മഞ്ജു പറയുന്നുണ്ട്, അല്ല, നിങ്ങൾ വരുന്നത് നോക്കി ഞങ്ങളിവിടെ കുറച്ച് ആളുകളെ നിർത്തിയിട്ടുണ്ടായിരുന്നു, അവർ വന്ന് അറിയിച്ചത് പ്രകാരം കൃത്യസമയത്ത് ഞങ്ങൾ പുറത്തേക്ക് വന്നത്. കൂടുതൽ അഹങ്കാരമൊന്നും കാണിക്കണ്ട, അഹങ്കാരം കാണിച്ചതിനുള്ള തിരിച്ചടിയൊക്കെ നിങ്ങൾക്ക് കിട്ടിയില്ലേ, ജീവന് തുല്യം സ്നേഹിച്ച ആ പാവം കണ്ണേട്ടനെ ചതിച്ചതിനുള്ള കൂലിയാണ് ഇപ്പം നീ അനുഭവിക്കുന്നത്. കണ്ണേട്ടന് പോലും വേണ്ടല്ലോ, കണ്ണേട്ടൻ തന്ന സമ്മാനങ്ങളാ ഇപ്പം ഞങ്ങൾ അണിഞ്ഞിരിക്കുന്നേ എന്ന് പറയുമ്പോൾ സ്നേഹം നടിച്ച് കണ്ണേട്ടൻ്റെ കയ്യിൽ നിന്ന് എന്തൊക്കെ മേടിച്ച് കൂട്ടാൻ പറ്റുമോ അതൊക്കെ മേടിച്ചെടുത്തോ, അതിനിപ്പോൾ ഞങ്ങൾ എന്ത് വേണമെന്ന് മഹാലക്ഷ്മിയും ചോദിക്കുന്നു. അങ്ങനെ ക്ഷേത്രത്തിൽ നിന്ന് അവർ പുറത്തേക്ക് പോകുന്ന സമയത്ത് ദുർഗ പറയുന്നുണ്ട്, മോളെ നീ വിഷമിക്കേണ്ടപ്പാ, നമുക്ക് ചെന്ന് ദേവിയെ കണ്ട് മനസ്സുരുകി പ്രാർത്ഥിക്കാം, ആ പാവം കണ്ണൻ്റെ ജീവിതത്തിൽ നിന്ന് അവൾ ഒഴിഞ്ഞു പോയതുപോലെ അവനെ ചതിച്ചവൾക്ക് തക്ക കൂലി കൊടുക്കണേന്ന്. അങ്ങനെ അവരകത്തേക്ക് പോകുന്ന സമയത്ത് ഉണ്ണിയാണെങ്കിൽ മനസ്സ് വിചാരിക്കുന്നത്, എനിക്കിപ്പം ഭഗവാനോട് പോലും സ്നേഹവും വിശ്വാസവും ഇല്ല, ഈശ്വരന്മാരെ പോലും ഞാനിപ്പോൾ വെറുക്കുന്നുണ്ട്, ഇത്രയധികം ചതി എൻ്റെ ജീവിതത്തിൽ തുടരെ തരാൻ ഞങ്ങൾ എന്ത് പാപമാണ് ചെയ്തത്, ഞങ്ങളെയൊക്കെ മണ്ടരായി പറ്റിക്കുന്ന അവരുടെ കൂടെയാണ് ഈശ്വരന്മാർ പോലും എന്നൊക്കെ മനസ്സിൽ വിചാരിച്ച് നിൽക്കുന്നു. അതേസമയം ദുർഗയാണെങ്കിൽ മനസ്സുരുകി ദേവിയോട് പറയുന്നുണ്ട്, ആ പാവം കണ്ണൻ്റെ ജീവിതം തകർത്ത അവളുടെ വയറ്റിൽ വളരുന്ന കുഞ്ഞ് നശിക്കണേ, അവൾ മുടിഞ്ഞു പോണേന്ന് പ്രാർത്ഥിക്കുന്ന സമയം കരുണയാണെങ്കിൽ പറയുന്നു, എൻ്റെ വയറ്റിൽ വളർന്ന കുഞ്ഞ് നശിച്ചതുപോലെ അവളുടെ വയറ്റിൽ വളരുന്ന കുഞ്ഞ് ഇല്ലാണ്ടായി മാറണേ, ഒരു തവണ വിഷമരുന്ന് കൊടുത്തിട്ട് പോലും അവളുടെ കൂടെയാണ് ഈശ്വരന്മാർ പോലും നിന്നത്, കണ്ണേട്ടൻ്റെ ജീവിതം തകർത്ത അവൾക്ക് തക്ക ശിക്ഷ കൊടുക്കണേന്ന് മനസ്സൊരുക്കി പ്രാർത്ഥിക്കുമ്പോൾ ദേവിയാണെങ്കിൽ ഇതെല്ലാം കണ്ടുകൊണ്ട് നിൽക്കുന്നു. മാത്രമല്ല ദേവി മുത്തശ്ശി ഇവരുടെ ഈ പ്രാർത്ഥന കേട്ട് ഇത്രയും ദുഷിച്ച മനസ്സുള്ള നിങ്ങൾ എങ്ങനെ നന്നാവാനാന്ന് മനസ്സിൽ വിചാരിക്കുന്നു. അതേസമയം കണ്ണനാണെങ്കിൽ കാർ ഡ്രൈവറിനോട് പറയുന്നു, എനിക്ക് മഹിയെയും എൻ്റെ കുഞ്ഞിനെയും പിരിഞ്ഞ് ഒരു നിമിഷം പോലും ഇരിക്കാൻ പറ്റുന്നില്ല, ഇപ്പം തന്നെ ഈ ഘട്ടം ഞാൻ എങ്ങനെ കടന്നു പോകുന്നെന്ന് എനിക്ക് മാത്രമേ അറിയാവൂ, കുറേ ശത്രുക്കളുടെ കൂടെ അവരുടെ നാടകം കണ്ട് അവരെന്നെ സ്നേഹിക്കുന്നത് ആത്മാർത്ഥമായിട്ടൊന്നുമല്ല, എൻ്റെ സ്വത്തിനും പണത്തിനും വേണ്ടിയിട്ട് മാത്രം എന്നോട് സ്നേഹം നടിക്കുക, എന്നെ സ്നേഹിക്കുന്ന, എന്നെ ജീവന് തുല്യം മനസ്സിലാക്കുന്ന ഒരു പെൺകുട്ടി എൻ്റെ ജീവിതത്തിലേക്ക് ഭാര്യയായിട്ട് വന്നപ്പം അവരെല്ലാം എന്നോട് തിരിഞ്ഞതാ, ഇപ്പോൾ ആ പെൺകുട്ടി എൻ്റെ ജീവിതത്തിൽ നിന്ന് പോയെന്ന് മനസ്സിലാക്കിയതിന് ശേഷമുള്ള സ്നേഹം കപടമാണോ അല്ലയോ എന്ന് തിരിച്ചറിയാനുള്ള ബോധ്യമൊക്കെ ഇപ്പോൾ എനിക്കുണ്ട്, പണ്ടവർ കാണിച്ച സ്നേഹമൊക്കെ സത്യമാണെന്ന് തെറ്റിദ്ധരിച്ച് ഞാൻ അവരെ ഒരുപാട് വിശ്വസിക്കുകയും സ്നേഹിക്കുകയൊക്കെ ചെയ്തിരുന്നു, ഇപ്പോൾ അവരുടെ സ്നേഹമെല്ലാം എന്തിനു വേണ്ടിയിട്ടാണെന്ന് വ്യക്തമായിട്ടും എനിക്ക് മനസ്സിലായി, ഒരു നിമിഷം പോലും എനിക്കിപ്പോൾ അവരെ പിരിഞ്ഞിരിക്കാൻ പറ്റുന്നില്ല എന്ന അവസ്ഥയാണ് എന്ന് പറയുന്ന സമയത്ത് ചേട്ടനും പറയുന്നുണ്ട്, മോൻ വിഷമിക്കേണ്ട, അധികം താമസിക്കാതെ ഈ നാടകമൊക്കെ അവസാനിപ്പിച്ച് സാറിനും മേഡത്തിനും കുഞ്ഞിനും ഒന്നിച്ച് സന്തോഷത്തോടെ ജീവിക്കാൻ സാധിക്കും, അതിനു വേണ്ടിയിട്ട് ദൈവം മുന്നേ തരുന്ന ചെറിയൊരു പരീക്ഷണമാണെന്ന് വിചാരിച്ചാൽ മതി, ഇന്നത്തെ വിഷു ദിവസം നമ്മൾ നേരെ അനന്തു സാറിൻ്റെ വീട്ടിലേക്കല്ലേ പോകുന്നത്, അത് പിന്നെ പറയാനുണ്ടോ, ഞാനെന്തായാലും ജർമ്മനിയിൽ നിന്ന് വന്ന എൻ്റെ കൂട്ടുകാരെ കാണാൻ പോവാമെന്ന് കള്ളം പറഞ്ഞിട്ടാണ് പോകുന്നത്, അവിടെ പോയി വിഷുക്കണി കണ്ട് അവർക്കൊക്കെ ഒന്ന് കൈനീട്ടം കൊടുത്തതിന് ശേഷം എത്രയും പെട്ടെന്ന് തിരികെ വന്നേ പറ്റൂ, പറയുന്നത് കേട്ടില്ലേ, ഞാൻ വരാതെ അവരാരും സദ്യ പോലും കഴിക്കില്ലെന്ന്, എന്തൊരു സ്നേഹമാണ് എന്നോടെന്ന് അറിയാമോ. അപ്പം രണ്ടുപേരും തമാശയ്ക്ക് ചിരിച്ചിട്ടാണെങ്കിൽ നേരെ അനന്തുവിൻ്റെ വീട്ടിലേക്ക് പോകുന്നുണ്ട്. അതേസമയം മാർക്കോയും ലോപ്പസും കൂടി ഉണ്ണിയുടെ ഈ നീക്കങ്ങളെല്ലാം മനസ്സിലാക്കി മാർക്കോയാണെങ്കിൽ ലോപ്പസിനോട് പറയുന്നുണ്ട്, സ്വന്തം കൂടപ്പിറപ്പായിട്ട് പോലും അമ്മമാർ രണ്ടായിരിക്കാം, പക്ഷേ അച്ഛന്മാരൊന്നാ, എന്നിട്ട് പോലും കണ്ണൻ സാറിനെ എങ്ങനെ വകവരുത്താം എന്ന് ഉദ്ദേശിച്ചാണ് ഉണ്ണി പിന്നാലെ നടക്കുന്നത്, ജോലി നഷ്ടമായി ഇപ്പം
ഉണ്ണിയാണെങ്കിൽ കണ്ണസാറിൻ്റെ മാറ്റങ്ങളും അതുപോലെ മഹാലക്ഷ്മിയും കണ്ണസാറും തമ്മിൽ നാടകം കളിക്കുകയാണെന്ന് കണ്ടുപിടിക്കാൻ പിന്നാലെ നടക്കുക. ഇന്നത്തെ ദിവസം എന്തായാലും അവൻ അനന്തു സാറിൻ്റെ വീട്ടിൽ വരാൻ സാധ്യതയുണ്ട്. കാരണം കണ്ണസാർ അങ്ങോട്ടേക്ക് വരുമെന്ന് അവന് ഉറപ്പുണ്ട്. അത് കണ്ടുപിടിക്കാൻ വരുന്ന അവൻ ആ മേഘനെ പോലെ കടക്കണം. അതായത് അവൻ കണ്ട കാഴ്ച മറ്റാരും തൽക്കാലം അറിയാൻ പാടില്ല. അതിന് നമ്മൾ ഇന്ന് അനന്ത് സാറിൻ്റെ വീട്ടിൽ പോകുന്നതിന് മുമ്പിട്ട് ആദ്യം ചെയ്യേണ്ടത് ആ ഉണ്ണിയെ വഴിമധ്യേ തന്നെ പൊക്കണം. അങ്ങനെ ലോപ്പസും മാർക്കോയും ഉണ്ണിയെ പൊക്കാനായിട്ട് പോകുന്ന സമയം ദുർഗയെയും അതുപോലെ കരുണയെയും ക്ഷേത്രത്തിലാക്കിയതിന് ശേഷം അനന്തുവിൻ്റെ വീട്ടിലേക്ക് ഉണ്ണി പോകുന്നുണ്ട്. കാരണം മഹാലക്ഷ്മിയുടെ വയറ്റിൽ വളരുന്ന കുഞ്ഞിൻ്റെ അച്ഛൻ ഇന്നെന്തായാലും അനന്തുവിൻ്റെ വീട്ടിലേക്ക് വരുമെന്ന് അമ്മ പോലും വിശ്വസിക്കുന്നു. ആ കുഞ്ഞിൻ്റെ അച്ഛൻ ഇനി കണ്ണേട്ടനാണോ അതോ കണ്ണേട്ടനും കൂടി അറിഞ്ഞുകൊണ്ടുള്ള നാടകമാണോ എന്ന് കണ്ടുപിടിക്കാനായിട്ട് ഉണ്ണി വരുന്ന സമയം മാർക്കോ തക്ക കൂലി കൊടുക്കുക. അപ്പോൾ എന്താകുമെന്ന് കാത്തിരിക്കാം.